എണ്ണയാണ് ഇട്ട ഒഴിക്കുന്നത്, നല്ലെണ്ണയാണ്. കണ്ട സ്വർണം നല്ലെണ്ണ ഇതാണ് ഇട്ട ഒഴിച്ചത്. എണ്ണ ചൂടായിട്ട് കടുകിടാൻ പോട്ടെ. അടുപ്പ് കത്തിച്ചിട്ട് ഉണ്ടാക്കണം. വേപ്പിലാട്ടാ. പിന്നില്ലേ മുളക് ഉണ്ടോ, കൊണ്ടോട്ട ഉണ്ടാക്കണ മുളകില്ലേ, ഉണ്ട മുളക്, ആ മുളക് കേട്ടോ. പിന്നെ കേട്ടോ വെളുത്തുള്ളി, ഇനി ഇതാ നമ്മൾ ഈ പഴുത്ത മുളകില്ലേ, പഴുത്ത മുളക് അല്ലാതെ വറ്റൽ മുളകല്ല, ഈ പഴുത്ത മുളക്, സോറി ഇതല്ല, ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അത്രയും മതി കേട്ടോ. ഇനിയാണ് ഈ മുളകിടാൻ പോണ്. അത് നേരത്തെ മറന്ന്, ഇത് മുന്നിടാൻ പോയി. ഈ മുളക് പേസ്റ്റാക്കിയത്, അതായത് പഴുത്ത മുളക് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എല്ലാവർക്കും ഓരോ ഗുഡ് മോർണിംഗ് പറയാൻ മറന്ന്. ഗുഡ് മോർണിംഗ്. ഇതാ ഉലുവ പൊടിച്ചത്, എന്നിട്ട് കായം, LGയുടെ കായം പൊടിയാട്ടിടുന്നു. കായൊക്കെ ഭയങ്കര വിലയല്ലേ. കായം പൊടി 100 ഗ്രാമിന് 145 രൂപയാണ് റീറ്റെയിൽ വില. ഹോൾസെയിൽ എടുക്കുമ്പോൾ 140. എല്ലാ സാധനങ്ങൾക്കും വില. അച്ചാറുണ്ടാക്കി ഇട്ടാലൊന്നും മുതലാവണില്ല ഇപ്പോൾ. എന്നാലും എന്തെങ്കിലും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്യാമെന്ന് മാത്രം. ഇനിയിപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ മാസങ്ങളിലൊന്നും അച്ചാറിന് കച്ചവടം ഉണ്ടാവില്ല. ഇനിയൊക്കെ സ്കൂള് പൂട്ടി തുറന്ന് ഒക്കെ ഒന്ന് സെറ്റാവണം, അപ്പോഴാണ് കച്ചവടം ഉണ്ടാവുള്ളൂ.
എന്താട്ടാ അച്ചാർ പൊടി. ഞാനൊരു കണക്കൊന്നും പറയുന്നില്ല കേട്ടാ. അതായത് മാങ്ങ എത്ര കൊണ്ടുണ്ടെന്ന് വിചാരിച്ചാൽ എത്ര മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടിയാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. എൻ്റെ മാങ്ങ 2.5 കിലോ മാങ്ങ. അപ്പം അതിനുള്ള പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അച്ചാർ പൊടി കുറച്ച് ഒന്ന് മൂപ്പിക്കണം. അച്ചാർ പൊടി മറ്റെല്ലാ സാധനങ്ങളും മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ സാധാരണ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ എടുത്തിട്ട് കേട്ടോ. ഈ ടീസ്പൂൺ കൊണ്ട് 3 എണ്ണം. ഇതിങ്ങനെ അധികം നമ്മൾ മൂപ്പിക്കാൻ പാടില്ല. ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതായത് വിനേഗറാണ്, പിസ്സാൻ്റെ വിനേഗറാണ് കേട്ടോ. ഈ സൊർക്ക വിനേഗറിൻ്റെ ആ കുത്തുണ്ടല്ലോ, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ നമുക്ക്. ഇതിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് മാങ്ങ ഇന്നലെ തന്നെ നുറുക്കി ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ് മാങ്ങേന്. അപ്പം അത് നമുക്ക് അത് ചേർത്തിട്ട് പിന്നെ മാങ്ങ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇട്ടാൽ മതി. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഗ്രേവിയിൽ ഉപ്പ് ഇട്ടിട്ടില്ല. ഓക്കെ, ഇതാണ് മാങ്ങ. ഇത് ഇന്നലെ നുറുക്കി ഉപ്പിട്ട് വെച്ചതാണ്. പിന്നെ ഇതിലിതാ വെള്ളം ഉണ്ട് കേട്ടോ. ഈ വെള്ളം നമ്മൾ കളയില്ല. ഇത് നന്നായി കഴുകിയിട്ടാണ് നുറുക്കി ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രിഡ്ജിൽ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്നലെ രാത്രിയിലാണ് നുറുക്കിയത്. അപ്പം ഇനി രാവിലെ വരാൻ വെച്ചാൽ വല്ല പാറ്റെങ്ങാനും കടന്നാലോ എന്നുള്ളതിൽ വെച്ചതാൽ വാടിപ്പോവും ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഈ വെള്ളത്തോടൊക്കെ തന്നെ ഒഴിക്കട്ടെ നമുക്ക്.